അമ്മയെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായി പറയണം. ഞാൻ വരുമ്പോ അമ്മയ്ക്കൊരു പ്രത്യേക സാധനം വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ എന്താടാ നിർത്തി കളഞ്ഞത്? വായിക്ക്. അവിടെ എല്ലാവർക്കും സുഖമാണല്ലോ, ഇവിടെ എല്ലാവർക്കും സുഖം, സുഖമേ സുഖം. പിന്നെ അത് തന്നെ എഴുതിയിരിക്കുന്നു. അമ്മ ഇംഗ്ലീഷും മലയാളത്തിലും ഒക്കെ എഴുതിയിരിക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു എഴുത്തേ. അമ്മയെ പ്രത്യേകം അന്വേഷിച്ചായിട്ട് പറയണം. ഞാൻ വരുമ്പോൾ അമ്മയ്ക്കൊരു പ്രത്യേക സാധനം കൊണ്ടുവരുന്നതാണ്. പിന്നെ നീ പോടാ ഭ്രാന്ത. പ്രാന്തം പോകുന്നു. ഞാൻ പറഞ്ഞത് തന്നെ സംഭവം. അവൻ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? അച്ഛൻ ഇക്കാര്യത്തിൽ എന്നെ തെറ്റു പറയരുത്. എനിക്ക് സുജാതയെ ഇഷ്ടമാണ്. അവൾ BSc പഠിക്കുകയാണ്. കണ്ടാൽ കൊള്ളാം. ഇതോടൊപ്പം ഒരു ഫോട്ടോയും അയക്കുന്നു. ഹായ് ബ്യൂട്ടിഫുൾ. തനക്ക് എന്തായാലും അവന്റെ സെലക്ഷൻ തരക്കേടില്ല. നീ എന്തു പറയുന്നു? മകൻ പ്രേമിക്കുന്നു അറിഞ്ഞപ്പോഴേക്കും അച്ഛന്റെ ഒരു തുള്ളിച്ചാട്ടം കണ്ടല്ലേ? പ്രേമിച്ചിട്ടുള്ളവനെ അതിന്റെ സുഖമറിയാവൂ. നീ പ്രേമിച്ചിട്ടുണ്ടോ? എനിക്ക് വേറെ ജോലിയുണ്ട്. ഏതായാലും ആ പെണ്ണിനെ പോയെന്ന് കാണണം. അവളെ വീട്ടുകാർക്ക് എതിർപ്പില്ലെങ്കിൽ ഉടനെ വിവാഹം നടത്തണം. എന്താ ഇത്ര ഗതി കൂട്ടണം? അവൻ പഠിക്കല്ലേ? പോരെങ്കിൽ ഈ പെണ്ണ് ആരാണെന്നോ അവളുടെ അച്ഛനമ്മ ആരാണെന്നോ ഒന്നും അറിയില്ലല്ലോ. അതൊക്കെ അറിഞ്ഞിട്ട് നമുക്കെന്ത് വേണം? പെണ്ണ് കൊള്ളാം, നിന്നെപ്പോലെ സുന്ദരിയാണ്, അവൻ ഇഷ്ടവുമാണ്. പിന്നെന്താ? എന്നാലേ ഇനി അധിക നേരം കാത്തു നിൽക്കണ്ട. മനസ്സിലായില്ല. എല്ലാം റെഡി. അച്ഛൻ സമ്മതിച്ചു. നേരോ? അമ്മയോ? അമ്മ ചോദിച്ചു കേട്ടില്ലേ? അമ്മ സമ്മതിച്ചോ? അമ്മയ്ക്ക് ആദ്യം അത്ര മനസ്സിലായിരുന്നു. സ്ത്രീകൾ പിന്നെ അങ്ങനെയല്ലേ. മകൻ പ്രേമിക്കുന്നു എന്നറിഞ്ഞാൽ അമ്മ സഹിക്കുമോ? ഓ, ഇനി എന്റെ വീട്ടിൽ? നിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ എന്റെ അച്ഛൻ വരും. അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പിന്നെ കാമുകരെന്ന് വരും അവസാനമായി കാണുന്നത് ഇന്നായിരിക്കും. അതുകൊണ്ട് ഇന്നൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. കാണാനൊന്നുമില്ല അമ്മേ, അച്ഛൻ ഇഷ്ടപ്പെടും. വെരി ഗുഡ്. നിന്റെ സെലക്ഷനിലെ മോശമാകാനിടയില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? നീയും ശകലം ഒരുക്കിക്കോ. അതിരിക്കട്ടെ, ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താ? അതൊക്കെ അച്ഛനും മകനും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നായിരിക്കണം മാത്രം. അപ്പോ നിനക്ക് എതിർപ്പില്ല. എടാ മോനെ, എനിക്ക് പെണ്ണൊന്ന് കാണണമല്ലോ. എപ്പോ വേണമെങ്കിലും പോകാം അച്ഛാ. ആട്ടെ, നീ വരുന്നു? വിവാഹം കഴിഞ്ഞ് അവൾ ഇവിടെ വരുമ്പോ എനിക്ക് കണ്ടാ മതിയേ. മോനെ, നീ തന്നെ ചെന്ന് അമ്മയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞേക്ക്. നേരാ. മോനെ കാണാൻ അമ്മ കാത്തിരിക്കായിരിക്കും. ശരി അച്ഛൻ. അമ്മയ്ക്ക് മോഹന് ജീവന. അവൻ ഉറങ്ങിയോ, കാപ്പിടിച്ചോ, പഠിച്ചോ എന്നൊക്കെ ചോദിച്ച് വീർപ്പ് പിടിക്കും. Yes, it is quite natural. എത്ര നേരമാ മോനെ കാത്തിരിക്കുന്നത്? എന്തായിരുന്നു അച്ഛനുമായിട്ട് ഇത്ര വലിയ കൂടിയാലോചനയില്ലമ്മേ. കോളേജിലെ കാര്യങ്ങളൊക്കെ അച്ഛൻ ചോദിക്കായിരുന്നു. എന്താ മോനെ കയ്യിലിരിക്കുന്നത്? ഇതോ? ഇതെന്താണെന്ന് അമ്മയ്ക്ക് തോന്നുന്നത്? നിന്റെ കയ്യിൽ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? എന്നാ കണ്ടു. ഇതെന്താണെന്ന് അറിയാമോ? എന്റെ അമ്മയെ മാത്രം പരിശോധിക്കാൻ, എനിക്ക് മാത്രം ഉപയോഗിക്കാൻ ഞാൻ മേടിച്ചു കൊണ്ടുവന്ന സ്റ്റെലസ്കോപ്പ്. മോനെ, അമ്മയോട് നീ ഇത്രയധികം സ്നേഹം കാണിക്കുന്നത് കാണുമ്പോ എനിക്ക് പേടിയാകുന്നു. അമ്മേ, ഇത് കൊള്ളാം. അമ്മയ്ക്ക് ഇപ്പൊ അസുഖമൊന്നുമില്ലല്ലോ. ഞാൻ പരീക്ഷയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അമ്മയെ ഓരോ ദിവസവും കാലത്തും വൈകിട്ടും ഞാൻ പരിശോധിക്കും. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ എന്ന് ഞാൻ നേരത്തെ അറിയണ്ടേ? ശരി മോനെ. ഇനി വേറൊരു കാര്യം. മിടുക്കി പെണ്ണ്. ഇതാരാ മോനെ? അമ്മയ്ക്ക് ഇഷ്ടമായോ? അത് ശരി. നീ നേരത്തെ ഒരു വാക്ക് പോലും പറയാതെ പണി പറ്റിച്ചല്ലേ? നേരത്തെ പറയണമെന്ന് കരുതിയിരിക്കായിരുന്നു. അച്ഛനൊന്നും കാണിച്ചോ? ഓ, 2 പേർക്കും ഇഷ്ടമായി. പെണ്ണ് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ കോളേജിനടുത്തുള്ളതാ. BSc പഠിക്കുക.
അച്ഛനും കൂടെ വരുന്നുണ്ട് പെണ്ണ് കാണാൻ. ആ, ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കട്ടെ മോനെ. ഇത് ദുർഘടം പിടിച്ച വഴിയാണെന്ന് തോന്നല്ലോടാ മോനെ. സാരമില്ല, കുറച്ച് നടന്ന നല്ല വഴിയാണ്. ആ, ഒരു നല്ല വഴി വെട്ടാമായിരുന്നു. ദുഃഖന്മാരായിരിക്കും. ഗോപാലനോ? ഓ, അത്ഭുതമായിരിക്കുന്നല്ലോ. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്നെങ്കിലും കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എടോ, താൻ ആളാകെ മാറിയിരിക്കുന്നല്ലോ. തലയൊക്കെ നരച്ച് കൊച്ചു കുടവണ്ടിയും. താനിപ്പോ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. ആ, തനിക്ക് അപ്പോഴേ ബിസിനസ്സിലാണല്ലോ താല്പര്യം. അതെ, താൻ ഇവിടെ എങ്ങനെ എത്തി? ദൈവവും നിങ്ങളും കൂടെ എന്നെ ഇവിടെ എത്തിച്ചു. നിങ്ങളിവിടെ എത്താൻ കാരണം? നല്ല ചോദ്യം. നീ ഇവനറിയില്ലേ? ഇല്ല. എന്റെ മകൻ മോഹൻ മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS പഠിക്കുന്നു. അടുത്ത വർഷം ഡോക്ടർ മോഹൻ MBBS. പിന്നെ ഇവൻ നിന്റെ മകളെ പ്രേമിക്കുന്നു. അല്ല, നിനക്കൊന്നും അറിയാൻ പാടില്ലേ? വരൂ, നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഇരിക്കൂ. അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹം ഉടനെ അങ്ങ് നടത്തിയേക്കാം. എന്താ? എന്റെ മകളെ വിളിക്കൂ, കാണട്ടെ. സുജാതേ, അടുത്ത് നിൽക്കുമോളെ. ഗോപാല, നിന്റെ മകൾ മിടുക്കിയാണ്. എന്റെ മകന്റെ സെലക്ഷൻ കൊള്ളാം. നീ എന്ത് പറയുന്നു? ആ, തിരക്കിടില്ല. ദൈവത്തിന്റെ ഓരോ കളികൾ. നമ്മൾ കുറെ കാലം കാണാതിരുന്നത് കൊണ്ട് ഇനിയുള്ള കാലം മുഴുവൻ ബന്ധുക്കളായി കഴിയണമെന്നായിരിക്കും ദൈവനിശ്ചയം. ആയിക്കോട്ടെ ഗോപാല, നീ നമ്മുടെ പഴയ കാലം ഓർക്കുന്നുണ്ടോ? മറ്റാരും മറന്നാലും എനിക്കൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. നീ എന്താ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്? അതിന് മറുപടി പറയുന്നതിന് മുൻപ് ഒരാളെ കൂടെ പരിചയപ്പെടുത്താനുണ്ട്. ഇരിക്കൂ മോളെ, ഇരിക്കൂ. സുജാതയുടെ അമ്മ ജാനു. മോഹൻ, വരൂ.